ശ്രീകൃഷ്ണാവതാരം. ദേവാസുര യുദ്ധത്തിൽ മരിച്ചുപോയ അസുരന്മാരും പലരും ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു. അവർ ദുഷ്ടരാജാക്കന്മാരായും അധർമ്മികളായ പൗരന്മാരുമായി ഭൂമിയിൽ പിറന്നു. എവിടെയും ദുഷ്ടതയും അധർമ്മവും വിളയാടി. ഭൂമിക്ക് ദുഷ്ടന്മാരുടെ ഭാരം താങ്ങാനാവാതെയായി. ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം ധരിച്ച് ബ്രഹ്മദേവനെ ചെന്ന് കണ്ട് തന്റെ സങ്കടം അറിയിച്ചു, രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. നാരദാദി മുനിമുഖ്യന്മാരും അപ്പോൾ ശങ്കര സവിധത്തിലെത്തി. അവരും തങ്ങളുടെ സങ്കടങ്ങൾ ഭഗവാനെ ഉണർത്തിച്ചു. നമുക്ക് എല്ലാവർക്കും കൂടി വൈകുണ്ഠത്തിൽ പോയി പത്മനാഭനെ കണ്ട് ഭൂമിദേവിയുടെ സങ്കടത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് അപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി സമേതനായി മഹാദേവനും മറ്റു ദേവന്മാരും വൈകുണ്ഠത്തിലെത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചു. അപ്പോൾ പാലാഴിനാഥൻ അരുളി ചെയ്തു, ഭൂമിയുടെ ഭാരം തീർത്ത് രക്ഷിക്കാൻ ഞാൻ മധുരയിൽ വസുദേവന്റെയും ദേവകിയുടെയും പുത്രനായി ജനിക്കും. വിശ്വകാരുണിയായ വിഷ്ണുമായ അമ്പാടിയിൽ യശോദയുടെ പുത്രിയായും ജനിക്കും. അനന്തൻ എന്റെ ജ്യേഷ്ഠനായി ജനിക്കും. ദേവന്മാർ ഗോപന്മാരായും യാദവന്മാരായും ദേവസ്ത്രീകൾ ഗോപസ്ത്രീകളായും ജനിക്കും. ഇങ്ങനെ എല്ലാവരെയും സമാധാനിപ്പിച്ചിട്ട് വൈകുണ്ഠനാഥൻ നിദ്രയിൽ ലയിച്ചു. മറ്റുള്ളവർ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി. ശൂരസേനന്റെ പുത്രനാണ് വസുദേവർ. ഉഗ്രസേനന്റെ പുത്രൻ കംസൻ. ഉഗ്രസേനന്റെ ജ്യേഷ്ഠനായ ദേവകന്റെ ഇളയ പുത്രി ദേവകി. ദേവകിയെ വസുദേവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. സഹോദരിയായ ദേവകിയെ ഭർതൃഗൃഹത്തിലേക്ക് നയിച്ചതും കംസൻ തന്നെ. തേർത്തെളിച്ചത് മറ്റാരുമായിരുന്നില്ല. അങ്ങനെ വിവാഹ ഘോഷയാത്ര നീങ്ങുമ്പോൾ ഒരു അശരീരി കേട്ടു. കംസമന്നവ, നിന്റെ സഹോദരിയായ ദേവയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപായങ്ങൾ ആരാഞ്ഞുകൊള്ളുക. ഈ വാക്കുകൾ വീണ്ടും കേട്ടു. അപ്പോൾ കംസന്റെ ഭാവം മാറി. ക്രുദ്ധനായി അയാൾ ചാടി എഴുന്നേറ്റ് ദേവയുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വാളുയർത്തി വെട്ടാനുണ്ട്. വസുദേവർ കംസനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ കംസൻ വഴങ്ങിയില്ല. ഇവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം പ്രസവിക്കുന്ന സമയത്ത് തന്നെ താങ്കളെ ഏൽപ്പിക്കാം എന്ന് വസുദേവർ പറഞ്ഞപ്പോൾ കംസന്റെ കോപം അടങ്ങി. യഥാകാലം ദേവകി പ്രസവിച്ചു. വസുദേവർ ആ കുഞ്ഞിനെയും കൊണ്ട് കംസന്റെ സവിധത്തിലെത്തി. അയാൾ ആ കുഞ്ഞിനെ വധിച്ചില്ല. 8ാമത്തെ മകനല്ലേ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ നിരപരാധിയെ കൊല്ലുന്നതെന്തിന്, കൊണ്ടുപോയി വളർത്തിക്കൊള്ളാൻ പറഞ്ഞു. ആ കുഞ്ഞിന് കീർത്തിമാൻ എന്ന പേരിട്ടു. ഒരു ദിവസം നാരദ മഹർഷി കംസനെ സന്ദർശിക്കാനെത്തി. ദേവകിയുടെ പ്രഥമ സന്താനത്തെ വധിക്കാതെ കൊടുത്തയച്ച കാര്യം കംസൻ മഹർഷിയോട് പറഞ്ഞു. നാരദൻ പറഞ്ഞു, കാലനേമിയുടെ അവതാരമാണ് കംസൻ. യാദവന്മാരും ഗോപന്മാരും മറ്റും ദേവന്മാരുടെ അവതാരങ്ങളാണ്. അവരെല്ലാം നിന്റെ ശത്രുക്കളാണ്. ഭൂമിയുടെ ഭാരം തീർക്കാൻ മഹാവിഷ്ണു കൃഷ്ണനായി അവതരിക്കും. ഇനിയെല്ലാം നല്ലതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക. നാരദൻ പോയി കഴിഞ്ഞ് കംസൻ വളരെ ചിന്തിച്ചു. വസുദേവരുടെ കൊട്ടാരത്തിലേക്ക് അയാൾ പാഞ്ഞു ചെന്നു. അവരെ ചങ്ങലക്കിട്ട് കാരാഗൃഹത്തിലടച്ചു. കുട്ടിയെ കാലിൽ തൂക്കിയെടുത്ത് പാറയിൽ അടിച്ചു കൊന്നു. ഇടയ്ക്കിടെ നാരദവാക്യം ഓർമ്മിക്കുമായിരുന്ന കംസൻ ദേവകി പ്രസവിച്ച പ്രഥമ സന്താനം ഉൾപ്പെടെ 6 പുത്രന്മാരെയും പാറയിൽ അടിച്ചു കൊന്നു. തന്റെ പിതാവായ ഉഗ്രസേനൻ വിഷ്ണു ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തെയും കാരാഗൃഹത്തിലാക്കി. ദുഷ്ടരാക്ഷസന്മാരായ പ്രലംബൻ, ചാണൂരൻ, തൃണാവർത്തൻ, പുഷ്ടികൻ, അരിഷ്ടൻ, കേശി, ധേനുകൻ, അഹൻ, വിവിധൻ എന്നിവരെ മാത്രമല്ല പൂതന എന്ന രാക്ഷസിയെയും നാനാദിക്കുകളിൽ അയച്ച് യാദവന്മാരെയും ഗോപന്മാരെയും മറ്റും നിരന്തരം പീഡിപ്പിച്ചു. പീഡനം സഹിക്കാൻ കഴിയാതെ ജനങ്ങളെല്ലാം കോസലം, വിദേഹം, നിഷദം, വിദർഭം മുതലായ രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചു. ദേവകി 7ാമതും ഗർഭം ധരിച്ചു. ഗർഭസ്ഥ ശിശുവിന്റെ ദുര്യോഗമോർത്ത് ദേവകിയും വസുദേവരും അത്യന്തം ഖിന്നരായി. ഈ അവസരത്തിൽ മഹാവിഷ്ണു മായാദേവിയോട് പറഞ്ഞു, ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിക്കാനായി നാം എല്ലാം
മനുഷ്യരായി ജനിക്കണം. അതിന് ദേവകിയുടെ ഗർഭസ്ഥ ശിശുവിനെ അവിടെ നിന്നും ആകർഷിച്ചെടുത്ത് വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയിൽ നിക്ഷേപിക്കണം. അനന്തന്റെ അവതാരമായ ആ കുഞ്ഞ് പിന്നീട് സംഘർഷണൻ, ബലഭദ്രൻ എന്നിങ്ങനെ പല പേരിൽ പ്രസിദ്ധനാകും. ഞാൻ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിക്കും. അതേസമയം നീ യശോദയുടെ മകളായി ജനിക്കണം. അംബിക, ദുർഗ, നാരായണി, ചണ്ഡിക, ഭദ്രകാളി, കൃഷ്ണവർണ, മാധവി, മഹാവൈഷ്ണവി, ശാരദ, ഗൗരി എന്നിങ്ങനെ എല്ലാ പേരുകളിലും ഭക്തജനങ്ങൾ നിന്നെ ആരാധിക്കും. മഹാവിഷ്ണുവിന്റെ നിർദ്ദേശമനുസരിച്ച് മായാദേവി ദേവകി ഗർഭത്തെ ആകർഷിച്ച് രോഹിണിയുടെ ഉദരത്തിലാക്കി. അതോടുകൂടി ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്ന വാർത്ത പരന്നു. ദേവകി 8ാമതും ഗർഭം ധരിച്ചു. വിഷ്ണുവിന്റെ അംശത്തെ ഉൾക്കൊണ്ട ദേവകി പൂർവാധികം തേജസ്വിനിയായി. എന്റെ ഘാതകനായ വിഷ്ണു തന്നെയാണ് ദേവകിയുടെ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതോടെ ഇവളെ വധിച്ചു കളഞ്ഞാൽ എന്താ? പാടില്ല. ഗർഭിണിയായ സ്ത്രീയെ ഒരു കാരണവശാലും വധിക്കാൻ പാടില്ല. പോരെങ്കിൽ സഹോദരിയുമാണ്. കൊന്നാൽ തനിക്ക് ലഭിക്കുന്നത് നരകമായിരിക്കും. വരട്ടെ, അവൾ പ്രസവിക്കട്ടെ. ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല. കംസൻ പലതും ചിന്തിച്ചു. കംസന്റെ സ്വസ്ഥതയാകെ നശിച്ചു. അയാൾ സദാ ഭയചകിതനായി തീർന്നു. ലോകമെല്ലാം വിഷ്ണുമയമായി തന്നെ അയാൾ കണ്ടു. കമലാസനനും കൈലാസനാഥനും നാരദാദി മഹർഷിമാരും മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ദേവകിയുടെ ഗർഭം പൂർണ്ണമായി. സർവമംഗളങ്ങളും തികഞ്ഞ മുഹൂർത്തത്തിൽ, ചിങ്ങമാസത്തിൽ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം, അന്ധകാരം നിറഞ്ഞ അർദ്ധരാത്രിയിൽ മഹാവിഷ്ണു ദേവകിയുടെ പുത്രനായി അവതരിച്ചു. 4 തൃക്കൈകളിൽ ശംഖചക്ര ഗദാ പത്മങ്ങൾ, മാറിൽ കൗസ്തുഭരത്നവും വനമാലയും ശ്രീവത്സവും. വസുദേവർ കൈകൂപ്പി തൊഴുതു. ദേവകി പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഈ അലൗകിക രൂപം ഇതേ വിധത്തിൽ സ്മരിക്കാനും ആരാധിക്കാനുമുള്ള കഴിവില്ല. മാത്രമല്ല, ഓരോ നിമിഷവും ഞാൻ കംസനെ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഈ രൂപം ഉപസംഹരിച്ചാലും. അപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു, ഇത് നമ്മുടെ 3ാമത്തെ ജന്മമാണ്. 1ാമത്തെ ജന്മത്തിൽ, അതായത് സ്വയംഭൂ മന്വന്തരത്തിൽ ഭവതി പൃശ്നിയും ഇദ്ദേഹം സുതപസ് എന്ന പ്രജാപതിയുമായിരുന്നു. 2ാം ജന്മത്തിൽ അതിഥിയും കശ്യപനുമായിരുന്നു. അപ്പോൾ ഞാൻ ഉപേന്ദ്രൻ എന്നും വാമന രൂപിയായതുകൊണ്ട് വാമനൻ എന്നും പേരോടുകൂടി ജനിച്ചു. 3ാമത്തെ ജന്മത്തിൽ ഇതാ നിങ്ങളുടെ പുത്രനായി പിറന്നിരിക്കുന്നു. നിങ്ങൾക്ക് പൂർവജന്മ സ്മരണ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ രൂപം തന്നെ സ്വീകരിച്ചത്. കംസനെ ഭയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകുക. അവിടെ നിന്നും മായയെ ഇങ്ങോട്ട് കൊണ്ടുവരിക. പെട്ടെന്ന് വിഷ്ണു ഭഗവാൻ മനുഷ്യ ശിശുവായി മാറി. വസുദേവർ കുഞ്ഞിനെ എടുത്ത്, പക്ഷേ പുറത്ത് എങ്ങനെ ഇറങ്ങും? നിമിഷങ്ങൾക്കകം വാതിലുകൾ താനേ തുറന്നു. പേമാരി അനന്തൻ പണങ്ങൾ വിടർത്തി കുട പിടിച്ചു. കാളിന്തി നദി കര കവിഞ്ഞൊഴുകുന്നു. പക്ഷേ നദി വഴിമാറിക്കൊടുത്തു. വസുദേവർ പുത്രനെ യശോദയുടെ സമീപത്ത് കിടത്തി അവിടെ കിടന്ന പെൺകുഞ്ഞിനെ എടുത്തു മടങ്ങി. പ്രസവക്ലേശം കൊണ്ട് തളർന്നുറങ്ങിപ്പോയ യശോദ ഇക്കാര്യമൊന്നും അറിഞ്ഞില്ല. തന്റെ കുഞ്ഞാണോ പെണ്ണോ എന്ന് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. വസുദേവർ തിരിച്ചു വന്ന് അറയ്ക്ക് അകത്ത് പ്രവേശിച്ചു. വാതിലുകൾ താനേ അടഞ്ഞു. കുഞ്ഞുറക്കെ കരഞ്ഞു. സുഖനിദ്രയിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന കാവൽക്കാർ ഞെട്ടിയുണർന്ന് ചാടി എണീറ്റു. കംസന്റെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. അവരോടൊപ്പം കംസൻ അറയിലേക്ക് കുതിച്ചു. മുൻപുണ്ടായിരുന്ന 6 പുത്രന്മാരുടെ പിൻഗാമിയായി തന്നെ നീയും. കംസൻ സൂക്ഷിച്ചു നോക്കി. അശരീരി തെറ്റിയോ? പുത്രൻ എന്നല്ലേ കേട്ടത്? ഇവിടെ ഇത് പുത്രിയല്ലേ? മായാപ്രയോഗമായിരിക്കും ഇതും. സാരമില്ല, 8ാമത്തെ കുട്ടി, അതിനെ വധിക്കുക തന്നെ. ജ്യേഷ്ഠ, ദേവകി ഇടനെഞ്ചു പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, ഈ പെൺകുഞ്ചിനെങ്കിലും എനിക്ക് തരണേ. പക്ഷേ കംസന്റെ ശിലാഹൃദയം അലിഞ്ഞില്ല. ദേവിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചെടുത്ത് നിലത്തടിക്കാനോങ്ങി. ആ പെൺകുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും വഴുതി മേൽപോട്ടുയർന്നു. 8 കൈകളിലും ആയുധമണിഞ്ഞ വിഷ്ണുമായയാണ്
വിഷ്ണുമായയാണ് കംസൻ കണ്ടത്. ദേവി കംസനോട് പറഞ്ഞു, മൂഢപ്രഭോ, നീ എന്നെ എന്തിനു കൊല്ലാൻ ശ്രമിക്കുന്നു? നിന്നോട് ഞാൻ എന്തു തെറ്റ് ചെയ്തു? ഞാൻ ഈ ലോകമാകെ രക്ഷിക്കുന്നവളാണ്. നിന്റെ പഴയ ശത്രുവായ വിഷ്ണു ജനിച്ചിട്ടുണ്ട്. നീ എന്തൊക്കെ ചെയ്താലും അവൻ നിന്നെ വധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വീണ്ടും ഒരു ജന്മാഷ്ടമി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിന്ദതി ചന്ദന ബിന്ദു കിരണ മനുവിന്ദതി ഖേദമദീരം വ്യാളനിലയ ഇളനേനഗരളമിവ കലയതി മലയ സമീരം സാവിരഹേ തമദീന മാധവ മനസി ച വിസിക ഭയാദിവ ഭാവനയാ ത്വയി ലീന നിന്ദതി ചന്ദനമിന്ദു കിരണ അനുവിന്ദതി ഖേദമദീരം വ്യാളനിലയ ഇളനേന ഗരളമിവ കലയതി മലയ സമീരം സാവിരഹേ തവ ദീന മാധവ മനസി ച വിസിക ഭയാദിവ ഭാവനയാ ത്വയി ലീന